പ്രിയപ്പെട്ട മുഅ്മിനുകൾ, സഹോദരികൾ, ലോകാലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരേ ഒരു ഉടമസ്ഥൻ അല്ലാഹു. അല്ലാഹ് ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാഹ്, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹ്, രോഗത്തിലും ആരോഗ്യത്തിലും അല്ലാഹ്, മണിയറയിലും വെന്റിലേറ്ററിലും അല്ലാഹ്, പട്ടുമെത്തയിലും ICUവിലും അല്ലാഹ്, നട്ടുച്ച വെയിലിലും നട്ടപ്പാതിരാവിന്റെ കൂരിരുട്ടിലും അല്ലാഹു. അല്ലാഹ് ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അല്ലാഹു. അല്ലാഹ് ഈ വിശ്വാസമാണ് ലോകത്തെ മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും മുസ്ലിമീങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത്. നമ്മുടെ ദുഃഖങ്ങൾ മാറ്റിത്തരാൻ നമുക്കൊരു അല്ലാഹു ഉണ്ട്. നമ്മുടെ സന്തോഷം നിലനിർത്താൻ നമുക്കൊരു അല്ലാഹു ഉണ്ട്. നമ്മുടെ ഈ രോഗം ശിഫയാക്കി തരാൻ നമുക്കൊരു അല്ലാഹു ഉണ്ട്. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമുക്കൊരു അല്ലാഹു ഉണ്ട്. നമ്മെ ICUവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്കൊരു അല്ലാഹു ഉണ്ട്. എല്ലാ വിഷയത്തിലും നമുക്കുള്ളത് അല്ലാഹ്. ഇത് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു അമ്പിയാക്കൾ. ഇത് നമുക്ക് മനസ്സിലാക്കി തരികയായിരുന്നു ഔലിയാക്കൾ. ഇത് നമ്മെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ആലിമീങ്ങൾ. അല്ലാഹുവിനെ നാം ആരും നേരിൽ കാണുന്നില്ല. അല്ലാഹുവിനെ നമുക്ക് തൊട്ട് നോക്കാൻ കിട്ടുകയില്ല. അല്ലാഹുവിനോട് നമുക്ക് നേരിൽ സംസാരിക്കാൻ സാധിക്കുകയില്ല. നാം അങ്ങോട്ട് സംസാരിക്കുന്നു എന്നല്ലാതെ അല്ലാഹുവിൻ്റെ അത് ഇങ്ങോട്ട് കേൾക്കാൻ നമുക്ക് അല്ലാഹു കഴിവ് തന്നിട്ടില്ല. അതേ സമയത്ത് അല്ലാഹുവിനെ അറിയൽ നമുക്ക് നിർബന്ധമാണ്. അല്ലാഹുവിനെ വഴിപ്പെടൽ നമുക്ക് നിർബന്ധമാണ്. അല്ലാഹുവിനെ ഭയപ്പെടൽ നമുക്ക് നിർബന്ധമാണ്. കാണാൻ പറ്റുന്നുമില്ല, കേൾക്കാൻ പറ്റുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിനെ ഭയപ്പെടുക? എങ്ങനെയാണ് അല്ലാഹുവിന് വഴിപ്പെടുക? അതിന് അല്ലാഹു തആല ഒറ്റ മാർഗമാണ് സ്വീകരിച്ചത്. ഉടമസ്ഥനായ അല്ലാഹുവിൻ്റെയും അടിമകളായ നമ്മുടെയും ഇടക്ക് അല്ലാഹുവിനെ കണ്ട, അല്ലാഹുവിനെ കേട്ട, അല്ലാഹുവിനെ അനുഭവിച്ച, അല്ലാഹുവിൻ്റെ സന്ദേശങ്ങൾ ഇങ്ങോട്ട് സ്വീകരിക്കാനും അല്ലാഹു നൽകിയത് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുന്ന ചില പ്രത്യേക പദവിയുള്ള മഹാന്മാരെ അല്ലാഹുവിൻ്റെയും നമ്മുടെയും ഇടക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു. ആ നിശ്ചയിച്ച മഹാന്മാരിൽ ഏറ്റവും ടോപ്പ് പദവി അൽ അംബിയാ. വിശുദ്ധ ഖുർആനിൽ മനുഷ്യനാണ് പ്രമേയം. മനുഷ്യൻ എന്ന പേരിൽ ഖുർആനിൽ 2 സൂറത്തുണ്ട്. ഒന്ന് സൂറത്തുൽ ഇൻസാൻ, മറ്റൊന്ന് സൂറത്തുൻ നാസ്. വിവിധ ആശയങ്ങളിൽ മനുഷ്യൻ എന്ന പ്രയോഗം ഖുർആനിൽ 600-ലധികം സ്ഥലങ്ങളിലുണ്ട്. മനുഷ്യരെ ഏതെല്ലാം രൂപത്തിൽ നമ്മൾ പഠിക്കാൻ ഒരുങ്ങുന്നോ അതൊക്കെ ഖുർആൻ പരാമർശമുണ്ട്. മനുഷ്യർ, അവരിൽ വിശ്വാസികളും അവിശ്വാസികളും കപടവിശ്വാസികളുമുണ്ട്. 3 വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തുൽ കാഫിറൂൻ അവിശ്വാസികൾ എന്ന സൂറത്ത്, സൂറത്തുൽ മുനാഫിഖൂൻ കപടവിശ്വാസികൾ എന്ന സൂറത്ത്, സൂറത്തുൽ മുഅ്മിനൂൻ
സത്യവിശ്വാസികൾ എന്ന സൂറത്ത്. വിശ്വാസത്തിന്റെ ഭാഗമായി 3 തരം മനുഷ്യരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇനി വിശ്വാസികളെ കൂട്ടത്തിൽ അല്ലാഹു തആല വലിയ പദവി നൽകിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ആദരിച്ചിരിക്കുന്ന മഹാന്മാരെ ഖുർആൻ സൂറത്തുൽ അംബിയ അംബിയാക്കൾ എന്നൊരു അധ്യായം കൊടുത്തുകൊണ്ട് ഖുർആൻ മഹാന്മാരെ പരിചയപ്പെടുത്തുന്നു. അംബിയാക്കളെ കൂട്ടത്തിൽ വിവിധ പദവികളുള്ളവരുണ്ട്. അവരിൽ തന്നെ ടോപ്പ് പദവി അലങ്കരിക്കുന്ന മഹാന്മാർ, അവരെ പ്രത്യേകം ഖുർആൻ പരിചയപ്പെടുത്തുന്നു. സൂറത്ത് നൂഹ് അലൈഹിസ്സലാം, സൂറത്ത് ഹൂദ് അലൈഹിസ്സലാം, സൂറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങിയിട്ട് സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ് തുടങ്ങി സൂറത്ത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടക്ക് അള്ളാഹു മധ്യവർത്തികളായി നിശ്ചയിച്ചിരിക്കുന്ന ഈ മക്കളെ ഇവിടുന്ന് പറഞ്ഞാച്ചാണ്. അത് കുറച്ച് വലിയൊരിരുന്നാണ് ഇപ്പോൾ അവിടെ. ഇവരെ നമുക്ക് രാവിലെ സുബഹിസ്കരിച്ച് മദ്രസക്ക് കൊണ്ടുവന്നാക്കാം. നിങ്ങളതിൻ്റെ ഉള്ളിൽ കയറി ചോറിൻ്റെ പൊതിയൊക്കെ അവിടെയാണ് ആദ്യം കൊടുക്കാൻ ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു 10 ആൾ നിൽക്കുന്ന കുട്ടികളൊക്കെ വന്നിരുന്നാൽ ബിസ്മില്ലാ. നിങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പ് പോയാൽ 2 റുപ്യാണ് കൊടുത്താൽ ഗുളിക കിട്ടും. അത് പൊട്ടിച്ച് വായിലിടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഉണ്ടാക്കണ ഫാക്ടറി പോയി നോക്കണം. അത് ഉണ്ടായി കിട്ടണമെങ്കിൽ എത്ര നയിപ്പുണ്ട്. നമ്മളാ നാടൻ കോഴി ഒരു മുട്ടട്ട് അപ്പം തന്നെ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ആ മുട്ടെടുത്ത് കണ്ട് അവിടെ തന്നെ ഒറ്റ മുട്ടൽ ഓനാണ് കുടിച്ചു. അപ്പോഴാണ് കോഴി വിചാരിച്ചത് ഇടാനുള്ള ഗതിയോടെ എനിക്കെല്ലാം അറിയുള്ളൂ. ഒരു ഉസ്താദ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വഅളോ ക്ലാസ്സോ എടുക്കണമെങ്കിൽ നല്ലോണം അധ്വാനിക്കണം, കിതാബ് നോക്കണം നല്ലോണം, എന്നിട്ടത് പഠിക്കണം. വല്ല സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കണം. ആ സംശയം തീർത്ത് പഠിച്ചത് പറയുന്ന ക്ലാസ് എടുക്കണ ഉസ്താദിൻ്റെ മെമ്മറിയിൽ നല്ലപോലെ ഓർമ്മിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറയാൻ പറ്റിയതല്ല ദീനിൻ്റെ കാര്യം. രാഷ്ട്രീയ പ്രസംഗത്തിനൊക്കെ പറ്റും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ശരിയല്ലെങ്കിൽ ഇപ്പം എന്താ? ദീൻ അങ്ങനെയല്ല, അത് നല്ലോണം പഠിക്കണം. എന്നിട്ട് നമ്മുടെ മെമ്മറിയിൽ റെഡിയാക്കി വെക്കണം, പിഴവില്ലാതെ ഓർമ്മിക്കണം. അത് സാധാരണക്കാർക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കണം. അതിന് കുറച്ച് അധ്വാനമുണ്ട്. അപ്പൊ അതിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ചേർന്ന് നിന്ന് കേൾക്കുകയാണെങ്കിലല്ലേ അതുകൊണ്ട് ഫലമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിലമ്പൂരിന്ന് വരികയാണ്, ഈ പെരും മയത്ത് എത്ര നേരം ഓടിയെന്ന് 3.5 മണിക്കൂറായി വണ്ടി കുത്തി. മഞ്ചേരി മുതൽക്ക് പിന്നെ വണ്ടി ഓടിയൊക്കെ അല്ല, വണ്ടി നടന്നേക്കുക. നിങ്ങളെ ഈ കോട്ടക്കലും ഈ ചങ്കുവെട്ടിയൊക്കെ വണ്ടി ഇങ്ങനെ നടക്കുക. പേരെന്നെ അവിടെ ചങ്കുവെട്ടിയെന്ന് വേണം പോന്ന് കിട്ടിയാൽ അത്രയും സലാമത്താണ്. അപ്പോൾ അതിന് വേഗം പോന്ന് കിട്ടണമെങ്കിൽ വണ്ടി ഓട്ടാൻ പറ്റണ്ടേ. അങ്ങനെയൊക്കെ കൂടെ ഗതിയെട്ടുങ്ങാണ്ട് ഇവിടെ വന്ന് വയലു പറയാൻ നിന്നാൽ 1ാം ക്ലാസ് പഠിക്കണ കുറച്ച് കുട്ടികളുടെ മുന്നിലേക്ക് ഇരുത്തിങ്ങാണ്ട് വയലു തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കുട്ടികൾ നല്ല മക്കളൊക്കെ അല്ലാഹു നന്നാക്കി തരണം. നമ്മൾ കാരണന്മാരൊക്കെ പറയും ഇപ്പം ഇനി കുട്ടികളെ അധികാരമുള്ള കാലമാണ്, വലിയവർക്കൊന്നും ഒരു വിലയില്ല. നമ്മൾ തന്നെയാണ് കുട്ടികളെ അങ്ങനെ ആക്കിയത്. വലിയവരൊക്കെ അവിടെ ബാക്ക് പോയിരിക്കും, കുട്ടികളുടെ മുന്നിലേക്കാക്കും. അപ്പോൾ കുട്ടികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കുട്ടികൾക്കും മനസ്സിലായി ഇവരൊക്കെ നയിച്ചേണ്ടത് നമ്മൾ തന്നെയാണ്. പിന്നെ കുട്ടികൾ പിന്നെ കണ്ടത് മേപ്പെട്ട് നോക്കലാണ്. മേപ്പെട്ട് നോക്കി തെങ്ങുമൊക്കെ നോക്കുമ്പോഴും എങ്ങനെ തന്നെ ഇളനീനൊക്കെ മേരി മൂത്ത തേങ്ങയൊക്കെ താഴെ. അപ്പോഴും കുട്ടിയൊക്കെ മനസ്സിലായി ഇത് നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഹദ്ദാദിയല്ലാണ്, കുട്ടികളാണ് മുന്നിൽ. മൗലൂദാണെങ്കിൽ കുറച്ച് കുട്ടികളാണ് മുന്നിൽ. വഅലിൻ്റെ സദസ്സാണ് കുറച്ച് കുട്ടികളെയാണ് മുന്നിൽ. വലിയവരൊക്കെ ഇങ്ങനെയാണ് ബാക്ക് പോയി. പിന്നെ ഒരു കാര്യം വരുന്ന സമയത്ത് അപ്പം നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല.
അള്ളാഹു മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കി നമ്മളെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയ്ക്ക് അള്ളാഹു നിശ്ചയിച്ച മധ്യവർത്തികൾ അവരാരാണ്? അവർ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെ കേട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ നേരിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ആരാണ്? അള്ളാഹു എങ്ങനെയാണ്? അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം? അള്ളാഹുവിനെ എങ്ങനെ ഭയപ്പെടണം? അള്ളാഹുവിനെ എങ്ങനെ വഴിപ്പെടണം? അവരാണ് നമ്മുടെ മാതൃക. ആ അമ്പിയാക്കളെ കാലത്തും അമ്പിയാക്കളെ ശേഷവും അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി വരുന്ന മഹാന്മാരുണ്ട്. അവരിൽ ഒരു വലിയ പദവിയുള്ളവരാണ് ഔലിയാക്കൾ. അവരിൽ ഒരു വലിയ പദവിയുള്ളവരാണ് ആരിഫീങ്ങൾ. അവരൊരു വലിയ പദവിയുള്ളവരാണ് കുതുബീങ്ങൾ. അവരിൽ വലിയ പദവിയുള്ളവരാണ് ഗൗസീങ്ങൾ. അതായത് ഈ ഭൂമിയിലെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ആത്മീയ ഭരണാധികാരികൾ. നമ്മൾ ഭൗതിക ഭരണാധികാരികളെ പറയുമ്പോൾ പറയലോ, സാധാരണ ഒരു വകുപ്പ് തിരിച്ച മന്ത്രിമാർ, അതിന് ഒരു മുഖ്യമന്ത്രി, അതിൻ്റെ മുകളിൽ ഒരു ഗവർണർ, ആ മുഖ്യമന്ത്രിമാരൊക്കെ ചേർന്നുകൊണ്ട് ഒരു പ്രധാനമന്ത്രി, ഗവർണർമാരുടെ ഒക്കെ മേലെ ഒരു രാഷ്ട്രത്തിന് പ്രസിഡന്റ്, ഇങ്ങനെ പോകും. ഒരു പോലീസ് വകുപ്പിലേക്ക് നോക്കിയാൽ പോലീസ്, അതിൻ്റെ മുകളിൽ എസ് ഐന്റെ മുകളിൽ സിഐയുടെ മുകളിൽ ഡിവൈഎസ്പിയുടെ മുകളിൽ എസ്പിന്റെ മുകളിൽ IG, അങ്ങനെ പോകും മന്ത്രി. അള്ളാഹുവിന്റെ ആത്മീയമായ നിയന്ത്രണത്തിന് ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിനെ എങ്ങനെ ഭയപ്പെടണം, അള്ളാഹുവിനെ എങ്ങനെ വഴിപ്പെടണം, അത് പഠിപ്പിക്കാൻ വേണ്ടിയും അതിൻ്റെ ആത്മീയ നിയന്ത്രണത്തിന് വേണ്ടിയും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ആളുകളാണ്. അതിലെ പൊതുവെ അവരെ പറയുമ്പോൾ സ്വാലിഹീങ്ങൾ എന്ന് പറയും. ആ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് പദവിയിൽ നിൽക്കും ആലിമീങ്ങൾ. ആലിമും സ്വാലിഹും ആയ ആളുകളുണ്ടാകും. അവർ നല്ല ആബിദീങ്ങൾ, ആശിക്കീങ്ങൾ. അവര് അങ്ങനെ അങ്ങോട്ട് ഉയർന്നിട്ട് ഔലിയാക്കൾ, മഹാന്മാർ, അങ്ങനെ പല പദവിയിലേക്കും വരും. അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ഇവിടെ പലതും നടക്കും, ഒരാൾ വരും, ഒരാൾ പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോഴേ ഇപ്പം നിങ്ങളെയും വന്നതും ഞാൻ വന്നതും മുതലാവും. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. നിങ്ങൾ ആമീനൊക്കെ കേട്ടാൽ പടച്ചോൻ തരുകയാണെങ്കിൽ തന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ. ഓട്ടോറിക്ഷക്കാരനോട് പോകുകയല്ലേ ചോദിച്ചു, പോകണമെങ്കിൽ പോകാം എന്ന മാതിരിയാണ് നിങ്ങളൊക്കെ ആമീൻ കേട്ടാൽ. നിങ്ങൾ നേരത്തെ സലാത്തിയല്ലിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരിക്കണം നിങ്ങളെ ഈ പണിക്ക് പറ്റുമോയെന്ന് അറിയില്ല. പിന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാരണന്മാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ നാട്ടിലാണെങ്കിൽ ഞാൻ പറയൽ കഴിഞ്ഞിട്ടുണ്ടോ. പിന്നെ എന്താണെന്നറിയും, ചിലവർക്ക് അതൊന്നും ഓർമ്മയില്ലായിട്ടല്ല, അവർ ഒരു അശ്രദ്ധയിൽ വരുന്നതാണ്. അള്ളാഹു ഖൈറ് തരട്ടെ. മലക്കുൽ മൗത്ത് അസ്റായീൽ. ശരി, നല്ലോണം ചെല്ലിക്കോളി. ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എല്ലാവരുടെ പേരും ഒരേമാതിരി കരുതണ്ട. അങ്ങനെ ഉണ്ടല്ലോ, ചിലതൊക്കെ കുറച്ച് ഗൗരവത്തിൽ എടുക്കേണ്ടി ഉണ്ടാവും. ഒന്ന് ആലോചിച്ചങ്ങാടൊക്കെ ചെല്ലിക്കോളി. നമ്മളെ മുഅ്മിനീങ്ങൾ കൂടിയ സഭയിൽ പേരാണ് പറഞ്ഞാൽ സിന്ദാബാദ് എന്ന് പറയും. എങ്ങനെ? ലീഗുകാരുള്ളോടത്ത് ഓലെ നേതാവിനെ പറഞ്ഞാൽ ഒരു സിന്ദാബാദ് പറയും. കോൺഗ്രസ്സുകാരുള്ളോടത്ത് ഒരു നേതാവ് വന്നാൽ ഒരു സിന്ദാബാദ് വിളിക്കും, അല്ലേ? മാർക്സിസ്റ്റുകാർ ഒരു സിന്ദാബാദ് വിളിക്കും. മുസ്ലിം ലോകത്ത് പോയിട്ട് പേരാണ് പറഞ്ഞാൽ നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മുസ്ലിം ലോകത്തെ പേരിങ്ങനെ പറഞ്ഞാൽ സ്വല്ലല്ലാഹ്, റളിയല്ലാഹ്, ഖദ്ദസല്ലാഹ്, തവ്വലല്ലാഹ്, ഇങ്ങനെ സിന്ദാബാദ് വിളിക്കുന്ന മഹാന്മാരുണ്ടല്ലോ. ആ മഹാന്മാർ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടക്കുള്ള മധ്യവർത്തികളാണ്. അവരാണ് നമുക്ക് അള്ളാഹിനെ പഠിപ്പിച്ചത്. ഓലെങ്ങനെ വിശ്വസിച്ചത് അതുപോലെ വിശ്വസിക്കാം, അവരെങ്ങനെ അനുസരിച്ചത് അതുപോലെ അനുസരിക്കുക, അവരെങ്ങനെ അള്ളാഹിനെ ഭയപ്പെട്ടത് അതുപോലെ ഭയപ്പെടുക, അവരെങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെട്ടത് അതുപോലെ വഴിപ്പെടുക. എന്തേ? അതൊരു കണ്ണിയാണ്, അതൊരു ചെങ്ങലയാണ്. അതിങ്ങനെ നോക്കിയാൽ ഒരു ചെങ്ങലയാണ്. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അറിയപ്പെട്ട ആലിമീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ അടുത്ത് താമസിക്കുന്ന ഒരു വലിയ മഹാന റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്.
ലോകം ഇന്ന് അറിയപ്പെടുന്ന വലിയ മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ രണ്ട് ഉസ്താദുമാരും രണ്ട് മഹാന്മാർ, സമസ്തന്റെ സെക്രട്ടറിയും പ്രസിഡന്റും. തൊട്ടടുത്ത് ഇവിടെ താമസിക്കുന്നുണ്ട് മുദർരിസ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മൂന്ന് പേരും ആരാണ്? ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത ആലിമീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുന്ന മഹാന്മാർ. ആ മൂന്ന് മഹാന്മാരും സമസ്തയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി, ട്രഷറർ അല്ലേ? മൂന്ന് പേരെയും നോക്കിയാൽ അവരൊക്കെ ആരാണ്? അല്ലാഹു റബ്ബി. അവര് ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മഹാന്മാരാണ്. അപ്പൊ അവര് മൂന്ന് പേരെയും നോക്കിയാൽ, ഓർത്തു നോക്ക്, നിങ്ങളൊന്നിങ്ങനെ ഒരുമിച്ച് നിൽക്കും. അവരെങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കേണ്ടത് നമുക്ക് പഠിപ്പിച്ചു തരാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ആ മൂന്ന് മഹാന്മാരെ പേരിങ്ങനെ കേട്ടാൽ നമ്മൾ റളിയല്ലാഹ്, സ്വല്ലല്ലാഹ്, ഖദ്ദസല്ലാഹ്, തവ്വലല്ലാഹ് എന്നിങ്ങനെ നമ്മൾ പറയുന്നില്ലേ? ആ മുദ്രാവാക്യം എങ്ങനെ വിളിക്കുന്ന പേരിങ്ങനെ കേട്ടാൽ സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. അവരാണ് അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടക്കുള്ള മധ്യവർത്തികൾ. ഇനി അവരിലൂടെ നമുക്ക് ഇങ്ങനെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. നിങ്ങളിങ്ങനെ ചോറിൻ്റെ പൊതിമക്ക് കണ്ണും വെച്ചിട്ട് ആര് വന്നാലും പൊതി കൊണ്ടുവരാണോ നോക്കിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെ എത്തൂല. ഒന്ന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, അപ്പോഴേ മനസ്സിലാവും. അള്ളാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. നമ്മൾ നോക്കണം എന്താ ഈ പറയപ്പെട്ട മൂന്ന് മഹാന്മാർ, സമസ്തന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജി അല്ലേ? അവരാരാ? 100 വർഷം സമസ്തയെ പൂർത്തീകരിച്ച്, സമസ്തനെ 100 കൊല്ലം പൂർത്തീകരിച്ച് 100ാമത്തെ കൊല്ലത്തിന് യാത്രയപ്പ് കൊടുക്കുക. അടുത്ത ഒരു 100ാമത്തെ കൊല്ലം വരുന്നതിന് ആ കൊല്ലത്തെ സ്വീകരിക്കാം. 101ാമത്തെ കൊല്ലത്തങ്ങട്ട് സ്വീകരിക്കലും 100ാമത്തെ കൊല്ലത്തെ യാത്രയക്കലും, അത് രണ്ടും ചേർന്ന ഭാഗ്യം കിട്ടിയ ആളുകളാണ്. അതിൽ കണ്ട നിങ്ങൾ ആ മൂന്ന് മഹാന്മാരും. ഇനി ഓലൊന്ന് നോക്കിങ്ങൾ, ഈ മൂന്ന് ഉസ്താദുമാരും, ഇവരെ മൂന്ന് പേരുടെയും ഉസ്താദ് ആരാ? ഇവരെ മൂന്നാളെയും ഉസ്താദ് ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ്. അല്ലാഹുവേ ദറജ ഏറ്റി കൊടുക്കണേ അല്ലാ, ദറജ ഏറ്റി കൊടുക്കണേ അല്ലാ. ഓക്കെ ഉസ്താദിനെ നിങ്ങൾക്ക് പഠിക്കണോ? അവിടുത്തെ താമസിക്കുന്ന വീട്ടിൻ്റെ എന്താ പറയാം, പഴയ കാലത്ത് കൊലായി അറിയില്ല നമ്മൾ, ഇപ്പം അതിന് സിറ്റ് ഔട്ട് എന്നാ പറയും. ഇപ്പൊ സിറ്റ് ഔട്ട് എന്നല്ലോ പറയും. എന്താ സിറ്റ് ഔട്ട് പറഞ്ഞാല്? സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുറത്ത് ഇരുന്നോ, പാഞ്ഞ് ഔത്തിക്കാണ്ട് കയറണ്ട. അതന്നെ. ആരോടാ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞത്? സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഔത്തുള്ളവരോട് പുറത്തിറങ്ങിയിരിക്കാനാണോ? അല്ല, പിന്നെ ആരാ? ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ പോലും കുറച്ചൊരു മര്യാദ പാലിച്ച് ചെല്ലണം. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മകൻ്റെ ഭാര്യ, അവർ 2 പെണ്ണുങ്ങളവിടെ. ആ പെണ്ണിന്, നമ്മളെ മകന് 2 ചെറിയ കുട്ടികളുണ്ട്. ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്ന സമയത്ത് ഈ കുട്ടീനെ 2 കാലിൻ്റെ തുടമ കയറ്റിയിട്ട് അവിടെ കടത്തിയിട്ട് മാക്സിയും പാവാടയൊക്കെ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് കുട്ടിക്ക് എണ്ണയിച്ച് കൊടുക്കുക. എനിക്ക് എൻ്റെ മകൻ്റെ ഭാര്യൻ്റെ കാണാൻ പറ്റുന്ന സ്ഥലമേ കാണാൻ പറ്റുള്ളൂ, അതിലപ്പുറം കാണാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണെങ്കിലും പെട്ടെന്നാണ് വാതിൽ തുറന്നിട്ട് കയറരുത്. സിറ്റ് ഔട്ട്, പുറത്ത് കുറച്ചേരം ഇരിക്കുക, എന്നിട്ടൊരു സമ്മതം കിട്ടിയിട്ടൊക്കെ കയറിയാൽ മതി. ബാപ്പയായാലും വല്യപ്പയായാലും അതാ വേണ്ടത്, പുറത്തുനിന്ന് വരുന്നവനും പ്രത്യേകിച്ചു. അതാണ് സിറ്റ് ഔട്ട്. നിങ്ങൾ എന്ത് കരുതി? സിറ്റ് ഔട്ട് പറഞ്ഞാൽ ഓരോ വാക്കിൻ്റെ അർത്ഥമല്ലേ സിറ്റ് ഔട്ട്, പുറത്ത് കുറച്ച് ഇരിക്കുക. അതിനാണ് പുറത്ത് സമ്മതമില്ലാതെ കയറി ഇരിക്കുക അവിടെ. അതാണ് പുറത്ത് ഒരു ഫാനും 2 ചെയറും ഒക്കെ അവിടെ പുറത്തിട്ടുള്ള, അവിടെ ആർക്കും കയറി ഇരിക്കുക, അവിടെയാണ്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ വീട്ടിൽ നിങ്ങൾ പോയാൽ, ബഹുമാനപ്പെട്ടവർ ഹയാത്തുള്ള സമയത്ത് ആ പുറത്തൊരു ചാരി കസേരയുണ്ട്, കണ്ടിട്ടില്ലേ? ആ പുറത്തൊരു ചാരി കസേരയുണ്ട്. ആ കസേര എപ്പോഴും കിബിലക്ക് മുന്നിട്ട് മാത്രമാണ് ഇട്ടിട്ടുണ്ടാവുക. കിബിലക്ക് മുന്നിട്ട് മാത്രമാണ് ആ കസേര ഇട്ടിട്ടുണ്ടാവുക.
എന്താണ് ഇതിനർത്ഥം? വെറുതെ ഇരിക്കുന്ന സമയത്തും ഖിബിലക്ക് അഭിമുഖമായി സുന്നത്തെടുത്തുകൊണ്ട് ഇരിക്കുന്ന ജീവിതം ആണ് ബഹറുൽ ഉലൂം മഹാനവർകൾ നമുക്ക് കാണിച്ചു തന്നത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇരിക്കുമ്പോൾ പള്ളി പോയാലും കൂടി ഖിബിലക്ക് തിരിഞ്ഞിരിക്കാണ്ടാവില്ല. അപ്പോൾ സ്പീക്കർ സെറ്റിൻ്റെ ഓൺ വെച്ച മാതിരി കുറച്ച് അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കാം. നിസ്കരിക്കാൻ വേണ്ടി പോയിരിക്കുമ്പോഴും കൂടി മുന്നോട്ടില്ലേ. ഇനി നിസ്കാരം കഴിഞ്ഞ് അപ്പൊ ആൾക്കാർ ആണെങ്ങനെ ഏഞ്ഞു വലിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ചാരി ഇരിക്കാൻ തൂണ് കിട്ടുമോ ഇത് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നമ്മൾ അവിടെ പോലും ഖിബല ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് വെറുതെ ആ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴും ഖിബലക്ക് അഭിമുഖമായിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. അള്ളാഹുവിനെ എങ്ങനെ ഭയപ്പെടണം, അള്ളാഹുവിനെ എങ്ങനെ വഴിപ്പെടണം അവർ നമുക്ക് പറയാതെ മാതൃക കാണിച്ചു തരികയായിരുന്നു. ഇരുത്തത്തിലും കടത്തത്തിലും നടത്തത്തിലും സംസാരത്തിലും എല്ലാം. ആരംഭ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹദികളും മഹാന്മാരും റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. നബി തങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാശയം പറയുകയാണെങ്കിൽ നബി തങ്ങൾ അത് ജനങ്ങൾക്ക് ഗ്രഹിക്കാവുന്ന തരത്തിലേ പറയുള്ളൂ. കട്ടിയുള്ള ഭാഷ വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കുക അത് നബി തങ്ങൾക്കില്ല. റസൂലുള്ളാഹി തങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഓരോ വാക്കും ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റും, ഓരോ വാക്കും ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ സംസാരം. മാത്രമല്ല ഒരു ആശയം പഠിപ്പിക്കാൻ വേണ്ടി നബി തങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് നബി തങ്ങൾ 3 പ്രാവശ്യം ആവർത്തിച്ച് പഠിപ്പിച്ചു. സംസാരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആശയം പറയുമ്പോൾ 3 പ്രാവശ്യം ആവർത്തിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ 3 വട്ടം പറയേണ്ട കാര്യമുണ്ടോ? എങ്ങനെ 3 വട്ടം പറയല്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയാണ് ഇത് വന്നത്. ആകാശവാണി കോഴിക്കോട് വാർത്തകൾ വായിക്കുന്നത് സുഷമ്മ. പ്രധാന വാർത്തകൾ 1, വാർത്തകൾ വിശദമായി 2, പ്രധാന വാർത്തകൾ വീണ്ടും. 3 വട്ടം പറഞ്ഞില്ലേ? 3 വട്ടം പറയണം എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറയുമ്പോൾ അത് ആർക്കും ഗ്രാഹ്യമാകും, ആർക്കും മനസ്സിലാകും. അതിങ്ങനെ പെറുക്കിയെടുത്ത് എഴുതി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഓക്കെ ഉസ്താദ് മുത്തുനബിന്റെ ആ പകർപ്പാണ്. ഓക്കെ ഉസ്താദിന്റെ അടുത്ത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രകാശിക്കുന്ന മുഖം, ഒരു വല്ലാത്തൊരു പുഞ്ചിരി, വല്ലാത്ത ഒരു വിനയം. ആ മുന്നിലിങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. നമ്മുടെ മാതൃക അവരാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ 128-ാം ആണ്ട് ആഘോഷിക്കുന്ന മൊയ്‌ലാപ്പാപ്പാനെ കണ്ടോരാരെങ്കിലും ഇവിടെ ഉണ്ടോ? കണ്ടോരാരെങ്കിലും ഉണ്ടോ? നിങ്ങളിപ്പോ പേരക്കുട്ടിയാണ് അല്ലേ? കണ്ടോരില്ല. എന്നിട്ടും നമ്മൾ മൂപ്പരെ ആണ്ട് കഴിക്കുകയാണ്. കണ്ടോരാരും ഇപ്പൊ കണ്ടോരുണ്ട്, അതും ഇല്ലാന്നാ തോന്നുന്നത്. എന്നിട്ടും നമ്മൾ മൂപ്പരെ ആണ്ട് കഴിക്കുകയാണ്. എന്തേ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ബഹുമാനപ്പെട്ട AP ഉസ്താദ്, സുലൈമ ഉസ്താദ്, കോട്ടൂർ ഉസ്താദ് പോലോത്തവർ നമ്മളെ ചേർക്കാനുള്ള ചങ്ങല, അവര് ഒരു ചങ്ങല. അതാരാ? അത് ഓക്കെ ഉസ്താദ്. ഓക്കെ ഉസ്താദിന്റെ ഉസ്താദുണ്ട്. അതാരാ? അത് സദഖത്തുള്ള മുസ്ലിയാർ. ചെങ്ങലയിൽ പിന്നെ ഒരു കണ്ണി. സദഖത്തുള്ള ഉസ്താദിന്റെ ഉസ്താദുണ്ട്. അതാരാ? അത് ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. ആ ചെങ്ങലയിൽ കൊളത്തി. ഖുത്ബി ഉസ്താദിന്റെ ഉസ്താദുണ്ട്. അതാരാ? അത് ചാലകത്തെ കുഞ്ഞഹമ്മദ് ഹാജി മുസ്ലിയാർ. അവരും ഒരു ഉസ്താദുണ്ട്. അതാരാ? അത് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ. അവരുടെ ഒരു ഉസ്താദുണ്ട്. അതാരാ? അത് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി കാദ്. അവരുടെ ഉസ്താദുണ്ട്. അതാരാ? അത് അങ്ങനെയാണ് പോകുമ്പോൾ മഖ്ദൂം കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നു, ഉമർ ഖാദി തങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ പോയാൽ 19ാമത്തെ ഉസ്താദ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, ലോക പ്രശസ്ത മഹാൻ. 31ാമത്തെയോ 30ാമത്തെയോ ഉസ്താദ് ആരാണ്? ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു. ആ പോക്ക് എങ്ങനെയാണ് പോയാൽ 40ാമത്തെ ഉസ്താദ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു.
അവിടെ 41-ാമത്തെ ഉസ്താദ്. അങ്ങനെയാണ് പരിശോധിച്ചാൽ 43-ാമത്തെ ഉസ്താദ് നബിതങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. 44-ാമത്തെ ഉസ്താദ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. 45 സയ്യിദുനാ മലക്ക് ജിബ്രീൽ. 46 അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹുവിനെ അറിയുക, അള്ളാഹുവിനെ വിശ്വസിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക. അതിന് ഒരു ചെങ്ങലയാണ്. ആ ചെങ്ങലയിൽ കഴിഞ്ഞു പോയ മഹാന്മാരിൽ പ്രധാനപ്പെട്ട ഒരു മഹാൻ പണ്ഡിതൻ, വലിയ ആരിഫ്, ഫഖീഹ്, ഒട്ടേറെ സ്ഥാനങ്ങൾ അലങ്കരിച്ച മഹാനാണ് നമ്മളിപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്ന മൂല്യാർ പാപ്പ. ബഹുമാനപ്പെട്ടവരെ, ഒരു മൗലിദ് കിതാബ് നിങ്ങൾ ഇവിടെ ഓതുന്നുണ്ടാകും. ഇപ്പൊ ഇവിടെ മൗലിദ് ഓതി ഇപ്പൊ മൂപ്പരെ പേരക്കുട്ടികളിൽപ്പെട്ട അദ്ദേഹം എനിക്കൊരു സ്വലാത്ത് അടക്കമുള്ള കിതാബ് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിയപ്പോൾ അതിൽ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കൈയക്ഷരം അച്ചടിയെ വെല്ലുവിളിക്കുന്ന കൈയക്ഷരമാണ്. അന്ന് നമുക്ക് ഏതില്ല അച്ചടി പിന്നെ മെഷീനുകളൊന്നുമില്ല. നമ്മളെ സിറാജൊക്കെ ഫസ്റ്റിൽ ഇറങ്ങിയ കാലത്ത് ഇടക്കിടക്ക് ഇങ്ങനെ പത്രത്തിൽ വാർത്ത ഉണ്ടാകും. നാളെ പത്രം പ്രസിദ്ധീകരിക്കുന്നതല്ല, പ്രസ് സംബന്ധമായ കാരണങ്ങളാൽ. പ്രസിന്റെ കേസ് ഇനി കടലാസിന് കായില്ലാത്തതിനും അല്ലാഹു വരെ നമുക്കറിയാം. ഏതായാലും ഈ ലെറ്റർ പ്രസ്സാണ് പണ്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പൊ നമ്മളിവിടെ മലപ്പുറത്ത് നമ്മളിവിടെ എന്താ പറയാ, മിനി ഊട്ടി ആയിരുന്ന സ്ഥലം. മിനി ഊട്ടി ഇവിടെ അടുത്തല്ലേ. അവിടെ അയങ്കലിൽ നമ്മളെ പ്രസ്സുണ്ട്. 100 കോടി രൂപ ചെലവിൽ നമ്മളിപ്പോൾ സിറാജ് പത്രം, നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങൾ, നമുക്ക് എല്ലാ സാധനങ്ങളും എല്ലാ ഭാഷയിലും അടിക്കാൻ പറ്റിയ, എല്ലാ കളറിലും അടിക്കാൻ പറ്റിയ പ്രസ് നമ്മൾ സ്ഥാപിച്ചു. ഒറ്റ മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് കോപ്പി അടിച്ചു വരും. അന്ന് അതില്ല, അന്ന് കയ്യെഴുത്താണ്. അത് ആ കയ്യെഴുത്തിന് പഴയ കാലത്ത് വലിയ പാരമ്പര്യമുണ്ട്. നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഒരു വലിയ മഹാനുണ്ട്. നമ്മുടെ പള്ളി ദർസിൽ കുട്ടികളൊക്കെ ഓതന ഹദീസ് കിതാബുകളിൽ ഒരു പ്രധാനപ്പെട്ടതാണ് മിഷ്കാത്തുൽ മസാബിഹ്. മിഷ്കാത്തിന്റെ ഒരു ഹാഷ് ഉണ്ടല്ലോ മക്കളെ, ഏതാണത്? മിർക്കാത്ത് അല്ലേ? മിർക്കാത്ത് ആരുടേതാണ്? ബഹുമാനപ്പെട്ട മുഹദ്ദിസ് മുല്ലാ അലിയുൽ ഖാരി തങ്ങളുടേതാണ്. മുല്ലാ അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു നല്ല കയ്യക്ഷരത്തിൽ എഴുതുന്ന ആളാണ്. നല്ല കയ്യക്ഷരം എന്ന് പറഞ്ഞാൽ അത്ര നല്ല കയ്യക്ഷരത്തിൽ എഴുതും. ബഹുമാനപ്പെട്ടവർ മസ്ജിദുൽ ഹറാമിൽ ഇരുന്നു കൊണ്ട്, കഅബത്തിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിൽ ഇരുന്നു കൊണ്ടാണ് എഴുതുന്നത്. ബഹുമാനപ്പെട്ടവർ ഒരു വർഷത്തിൽ 2 മുസാഹഫ് എഴുതി തീർക്കും. അന്ന് അച്ചടിയില്ല. 2 മുസാഹഫ് എഴുതി തീർത്തിട്ട് അത് റെഡിയാക്കി വെക്കും ഹജ്ജിന്റെ സമയമാകാൻ. എന്തിന്? ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭരണാധികാരികളും അല്ലാത്തവരുമായ വലിയ ആളുകൾ ഹജ്ജിന് വരുമ്പോൾ ബഹുമാനപ്പെട്ടവരെ കയ്യക്ഷരത്തിൽ എഴുതിയുണ്ടാക്കിയിരിക്കുന്ന മുസാഹഫ് അവർക്ക് വിൽപ്പന നടത്തും. നല്ല വിലക്ക് വിൽക്കും. കൊല്ലത്തിൽ 2 മുസാഹഫിന്റെ വിൽപ്പന നടത്തും. ഒരു മുസാഹഫ് വിറ്റിട്ട് കിട്ടുന്ന പൈസ കുടുംബത്തിന്റെ ചെലവിനെടുക്കും. ഒരു മുസാഹഫ് വിറ്റിട്ട് കിട്ടുന്ന പൈസ ഹറമിൽ വരുന്ന പാവങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കും. മുല്ലാ അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു മുഹദ്ദിസാണ്. ബഹുമാനപ്പെട്ടവരെ മിർഖാത്ത് എന്ന കിതാബ് വലിയ പ്രസിദ്ധമാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ. മിഷ്കാത്തിന്റെ ഹാഫിയാണ്. അല്ലാഹു റബ്ബി, ആ മഹാൻ മസ്ജിദുൽ ഹറാമിൽ ഇരുന്നു കൊണ്ട് നല്ല കയ്യക്ഷരം. ജന്നത്തുൽ ബഖീഇൽ ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുന്നുണ്ട്. ഖദീജ ബീവി വല്യമ്മാന്റെ തൊട്ടപ്പുറത്തായിട്ട്. അങ്ങനെ കയ്യക്ഷരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പല മഹാന്മാരുടെ ചരിത്രവും ഉണ്ട്. അത് നമുക്ക് നോക്കിയാൽ പ്രസിദ്ധനായ സ്വഹാബി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരു ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ ഒരിക്കൽ നബി മുഹമ്മദ് മുസ്തഫ, നമ്മൾ ചരിത്രം പറയുമ്പോൾ മഹാന്മാരിലേക്ക് എത്തിക്കുമ്പോഴേ നോക്കണല്ലോ. ഹിജ്റയുടെ 2-ാം വർഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഏതാ സമയം എന്നറിയും. അപ്പൊ സമയം നമ്മുടെ പറഞ്ഞാൽ മതി, ചോദിച്ചാൽ മതി. ഇത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതായതുകൊണ്ട് പിന്നെ ആയിക്കോട്ടെ, ഇമ്മലൊന്നും ഇപ്പം വലിയ സംഗതിയല്ല, കുടിച്ചാൽ മതിയല്ലോ, ഇവിടെ അറിയിട്ട് കുടിച്ചാൽ മതി. ആയിക്കോട്ടെ, അള്ളാഹു ഖൈർ തരട്ടെ. അതിപ്പോൾ ഒരാക്കി ഇരിക്കാനുള്ള ചെയറിഞ്ഞിപ്പോൾ ഒരു വെള്ളം കൊടുക്കാനായിട്ട് വെക്കണ്ടേ? ആയിക്കോട്ടെ, ഒരു ഗ്ലാസ് കൂടി പറഞ്ഞു വെച്ചോളൂ, ഇന്ന ഉസ്താദിനും കുടിച്ചാൽ. ഇപ്പോൾ ഒരു തീർച്ചയായിട്ടും വഴങ്ങി വരികയാണ്. വേണ്ടെങ്കിൽ ഞാൻ തന്നെ കുടിച്ചോളൂ. അള്ളാഹു ഖൈർ തരട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ ഓർമ്മപ്പെടുത്തത്, ഹിജ്റയുടെ 2-ാം വർഷം മദീനത്തെ പള്ളിയിൽ തിരക്കിട്ട ചർച്ചകളാണ് എവിടെയും. എന്താ ചർച്ച? അംവാജുൽ ബദർ, ബദറിന്റെ അലയൊലികളാണ്. ആ ബദറിലേക്ക് പോകാനുള്ള പട്ടാളക്കാരെ ഒക്കെ ഇങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് നിൽക്കണ വല്ലാത്തൊരു ടൈമാണ്. ആ ടൈമിൽ ഒരു ഉമ്മയും മോനും, ഉമ്മാന്റെ കയ്യും പിടിച്ചിട്ട് ഒരു ചെറിയ കുട്ടി. ആ കുട്ടി 13 വയസ്സ് പൂർത്തിയായിട്ടില്ല, അങ്ങനത്തെ കുട്ടിയാണ്. അപ്പൊ നമ്മളെ SSF-കാരനാണ് അല്ലേ? SSF-ന്റെ വയസ്സത്തിന് നിങ്ങളടുത്ത് ആ വക കഥയൊന്നുമില്ലേ? നാളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, സുബൈൻ്റെ വാങ്ക അതോ നാട്ടിലെ കോഴി ഊകല ആദ്യത്തേന്ന് ചോദിച്ചു. അപ്പോൾ ഓര് പറഞ്ഞു രണ്ടും കേൾക്കാം, ഏതാ ആദ്യം ഞങ്ങൾ നോക്കിയിട്ടില്ല. ഒരു രണ്ടിനും നീച്ചലില്ല. പിന്നെ ഓരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം അള്ളാഹു ഖൈർ തരട്ടെ. നമ്മൾ പറയണത് ശരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെങ്കിലേ ഇപ്പം ഇതുകൊണ്ട് ഫലമുള്ളൂ, അല്ലെങ്കിൽ യാതൊരു കാര്യമല്ല. നമ്മളോടുന്ന ഒരാൾ ഡോക്ടറെ കാണാൻ പോയി, പക്ഷെ തടി കൂടുതലായ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 കിലോമീറ്റർ നടക്കണം. അതും പറഞ്ഞ് മൂപ്പര് ഡോക്ടറെ അടുത്ത് നിന്ന് ഇറങ്ങി. പിന്നെ മൂപ്പരെ പറ്റി ഒരു അഡ്രസ്സും ഇല്ല, എയില പോയി എന്നറിയാം. ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിക്കണ്. പിന്നെ അയാളെ പറ്റിയൊരു വിവരമല്ല. ഡോക്ടർ പറഞ്ഞിനി മൂപ്പരോട് 10ാമത്തെ ദിവസം നിങ്ങൾ ഇന്നൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അയാള് 10ാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർക്ക് ഒരു ഫോണ്, ഡോക്ടർ സാറേ ഞങ്ങൾ പറഞ്ഞപ്പോൾ നടന്ന് ഇപ്പൊ തലശ്ശേരി എത്തിക്കണ്, ഇനി ഇവിടുന്ന് എവിടുക്കാ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പം നടക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പര് വിചാരിച്ചത് എന്താ, നിങ്ങൾ മൂപ്പര് ഈ നടന്നത് നാട്ടിൽ നിന്ന് നടന്നുകാണ്ട് എവിടെ എത്തിക്കണ്? തലശ്ശേരി എത്തിക്കണ്. എന്താ നടക്കേണ്ടത് എന്ന് കേട്ടത് പകുതി, കേൾക്കാത്തത് പകുതി പോയാൽ തലശ്ശേരി അല്ല, ഇതിനും അപ്പുറത്തും നടന്നുകാണ്ട് കൊടുകിലെത്തുഞ്ഞ്. അള്ളാഹു തആല ഖൈർ തരട്ടെ. അപ്പം കേട്ടിട്ട് വേണം പോകാൻ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി ആ ബദറിന്റെ ആ ചിന്തയിൽ ഇങ്ങനെ മദീനത്തെ പള്ളിയിലേക്ക് ഒരു ഉമ്മയും മോനും, ആ ഉമ്മയും മോനും വന്നിട്ട് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി. നബി തങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി, 13കാരൻ, ഒരു SSF-കാരനാണ്. ആ കുട്ടി സലാം ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു, നബിയെ ബദറിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കല്ലേ, എന്നെയും അതിൽ ഉൾപ്പെടുത്തണം. പടച്ചോനെ, സ്വഹാബാക്കളൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി. അന്ന് അറബികളെ കയ്യിലൊരു വാളുണ്ടാവും. ആ കുട്ടിനെ ഇങ്ങനെ നോക്കുമ്പോൾ വാളും മൂപ്പരും കൂടി നോക്കിയാൽ വാളിന്റെ വലിപ്പാണ് വലുത്, കുട്ടി ചെറുതാണ്. അത്രയും ചെറുപ്പാണ് മോനെ. റസൂലുള്ളാഹി തങ്ങൾ ആ കുട്ടിയെ ചുമലിൽ ഇങ്ങനെ മുട്ടിയിട്ട് ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ പട്ടാളക്കാരെ കൂട്ടത്തിലേക്ക് എടുക്കാൻ മോനിക്ക് സമയം ആയിട്ടില്ല, പ്രായമായിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടേക്ക് പിന്നീട് എടുക്കാം എന്ന് പറഞ്ഞ് കുട്ടിയെ ആശ്വസിപ്പിച്ച് ഉമ്മാന്റെ കൂടെ കുട്ടിനെ തിരിച്ചയച്ചപ്പോൾ കുട്ടിയെ ഉമ്മ തിരിച്ചു കൊണ്ടുപോയി. പക്ഷെ ആ കുട്ടിക്ക് മനസ്സിന് സമാധാനമല്ല. നബിതങ്ങൾ എന്നെ അതിൽ ചേർത്തില്ലല്ലോ. ആ കുട്ടി വിഷമിച്ചു. ഇനി എന്തു ചെയ്യും? ഞാൻ ആലോചിച്ച് ആ കുട്ടി വീണ്ടും ഉമ്മാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ ഒന്നുകൂടി റസൂലുള്ളാഹിന്റെ അടുക്കൽ പോകട്ടെ, എന്നിട്ട് റസൂലുള്ളാഹിനോട് ഞാനൊന്ന് സമ്മതം ചോദിക്കട്ടെ. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ബദറിലേക്കൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ പട്ടാളക്കാരിലേക്കൊക്കെ എടുക്കുമ്പോൾ അതിന് സമയമാകാതെ പറ്റില്ല, ഇനിയും വേഗം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല.
അപ്പ ആ കുട്ടി പറഞ്ഞു ഉമ്മാനോട്, ഉമ്മ ഞാനിപ്പോ ബദറിലേക്ക് പോകാൻ പട്ടാളക്കാരിലല്ല, പിന്നെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ പള്ളിക്കകത്ത് മുത്തുനബിയുടെ അടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട്, മുത്തഅല്ലിമീങ്ങൾ. അത് പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്. മുത്ത് റസൂലുള്ളാഹിന്റെ സദസ്സിൽ പഠിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പ്രായമുള്ളവരുണ്ട്, അവിടെ ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരൊക്കെ കുട്ടികളാണ്, അവരവിടെ പഠിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ആൾ. വലിയവരും ചെറിയവരും ഒക്കെ ഉണ്ട്, പ്രായവ്യത്യാസമില്ലാതെ അവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ ഒന്നുകൂടി റസൂലുള്ളാഹിന്റെ അടുത്ത് പോകുക, എന്നെ അവിടെ പഠിക്കാൻ വേണ്ടി ചേർത്തി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മക്ക് സന്തോഷമായി. ഉമ്മ ആങ്ങളാരൊക്കെ വിളിച്ചു, ഉമ്മാന്റെ ആങ്ങളാരൊക്കെ വിളിച്ചു. ഒരു 3-4 അമ്മമാരും കുട്ടിയും ഉമ്മയും കൂടി ചെന്നിട്ട് റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി. അള്ളാഹുവിന്റെ റസൂൽ ആ കുട്ടിനെങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു, നബിയേ എൻ്റെ മോനെ ഇവിടെ ദർസിൽ ചേർക്കണം, ഞാൻ എൻ്റെ മോനെ അതിന് കൊണ്ടുവന്നതാണ്. അപ്പൊ ഒരു ക്ലാസ്സിൽ ചേർക്കണമെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. ഞാൻ നിലമ്പൂര് നടത്തുന്നുണ്ട് മജ്മഅ അക്കാദമി, 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ദഅവ കോളേജിൽ തന്നെ 400 ചില്ലാനും കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വാപ്പ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഓനെ ഇന്റർവ്യൂവിൽ ഓനിക്കൊരു മാർക്കുമില്ല. ഓനെ 8 ചേർക്കാനാണ് കൊണ്ടുവന്നത്, ഓനെ 3 ചേർക്കാനും പറ്റില്ല. അപ്പൊ ഈ വാപ്പാനോട് ചെറിയ ഉസ്താദന്മാർ പറഞ്ഞു, നിങ്ങളെ കുട്ടീനെ 8ക്ക് ചേർക്കാൻ പറ്റൂല, ഓൻ്റെ അടുത്തൊരു കഥയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, ഓനെ അറിയില്ല. വാപ്പാക്കാണ് ദേഷ്യം പിടിച്ചത്. പ്രായമുള്ള ആൾക്കാരങ്ങനെയാണ്. മൂപ്പര് ദേഷ്യം പിടിച്ചിട്ട് ഇന്റെ വാതിക്കൽ വന്നിട്ട് മുട്ടി, എന്നിട്ട് എന്നോടൊരു സലാം ചെല്ലിയതൊക്കെ കേൾക്കണം കളി. അല്ലാ. എന്നിട്ട് ഇയാൾ ചോദിച്ചു, അല്ല ഉസ്താദേ നിങ്ങളെ ഈ കോളേജ് ഇപ്പൊ പഠിച്ചവർക്ക് പഠിച്ചാനോ അതോ പഠിച്ചാത്തവർക്ക് പഠിച്ചാനോ? നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, ഞാൻ കുഴങ്ങിയില്ലേ. ഈ കോളേജ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കണത് പഠിച്ചവർക്ക് പഠിച്ചാനോ അതോ പഠിച്ചാത്തവർക്ക് പഠിച്ചാനോ? ഞാൻ മനസ്സിലാക്കി മൂപ്പരവിടെ എത്തിയിട്ട് ഞാൻ ഒന്ന് മൂത്രമൊഴിക്കട്ടാണ്. എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടൊന്നുമല്ല, മൂപ്പരൊന്ന് സമാധാനമായിട്ട് എഴുതിയിട്ട് ഒന്ന് മൂത്രമൊഴിക്കാനൊക്കെ പോയി. മൂപ്പർക്കൊരു കട്ടൻ ചായൻ്റെ പകുതിയൊക്കെ കൊടുത്ത് ഒന്ന് ആശ്വാസം സമാധാനമൊക്കെ ആക്കിയിട്ട് എൻ്റെ വിഷയം എന്ന് വെച്ചു. അപ്പം ഇങ്ങനെ ഞാൻ ഇപ്പം മൂപ്പർക്ക് ഞാൻ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്ങാണ്ട് മൂപ്പരോട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് കുട്ടീൻ്റെ സ്ഥിതി വെച്ചാൽ ഒരു കാര്യം ചെയ്യാം, കുട്ടീനെയാണ് പെരീക്ക് പറഞ്ഞേക്കുക, നിങ്ങൾ ഇവിടെ നിന്നോളിയാണ്. അതിനാണ് പിന്നെ പ്രശ്നം സോൾവ് ആക്കിയത്. മഴ പെയ്യണോ പെയ്യണ്ടേന്ന് ആലോചിച്ചണോ, അപ്പാത്തിന് നിങ്ങൾ നീച്ചു പോയിരുന്നു. നിങ്ങൾക്കൊരു ഖേദം വരാൻ പോകണം. എന്താ നിങ്ങൾ ആ കസാലയ്ക്ക് രണ്ടാമത് നിങ്ങൾ ചെല്ലുമ്പോൾ അതിന് നനഞ്ഞിട്ടുണ്ടോ? തീമയൊന്നും അല്ലല്ലോ പെയ്യണത്, ചെറിയ വെള്ളമല്ലേ, ഒന്നും ആവില്ല. കുറച്ചു നേരം അവിടെ ഇരുന്നവിടെ. അങ്ങനെയാണ് പെയ്യാണിച്ച അപ്പ ആലോചിച്ചാൽ മഴ പെയ്യണോ പെയ്യണ്ടേന്ന് മീക്കായിൽ അവിടെ ആലോചിച്ചാൽ കൊടുത്തില്ല. അപ്പൊ അതിന് തന്നെ നമ്മൾ സെലവെച്ചാൽ നിൽക്കണ്ട. അള്ളാഹു നമുക്ക് മഴ റഹ്മത്തിന്റെ മഴയാക്കി തരട്ടെ. അള്ളാഹുവേ കാറ്റ് മഴ ഇതിലൊക്കെ നമുക്ക് റഹ്മത്തുണ്ട്. അള്ളാഹുവെ നീ റഹ്മത്താക്കി തരണേ അല്ലാ. അപ്പോ ആ കുട്ടി അപ്പ ഉമ്മ പറഞ്ഞു, അവനെ ഏത് ക്ലാസ്സിൽ ചേർക്കണം എന്നുള്ള രീതിയിൽ അപ്പ ഉമ്മ പറഞ്ഞു, നബിയേ എന്റെ മോനിക്ക് വിശുദ്ധ ഖുർആന്റെ 17 സൂറത്തുകൾ ഓതാൻ അറിയാം. കമാ ഉൻസില അലൈക, നിങ്ങൾക്ക് എങ്ങനെയാണോ ഖുർആൻ ഇറക്കപ്പെട്ടത്, ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾക്ക് ഓതി തന്നതുപോലെ ഓതാൻ എന്റെ കുട്ടിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് അതാണ് പറഞ്ഞപ്പോൾ സ്വഹാബാക്കളൊക്കെ അത്ഭുതപ്പെട്ടു. ഹിജ്റയുടെ 2ാം വർഷമാണ്. ഒരു ചെറിയ കുട്ടിക്ക് 17 സൂറത്ത് കമാ ഉൻസില അലൈക എന്നാ ഉമ്മ പറയുന്നത്. ഇവിടെയാണ് ഉമ്മാര് മനസ്സിലാക്കേണ്ടത്. ഉമ്മാരാണ് ചെറിയ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് പകർത്തി കൊടുക്കേണ്ട ഏറ്റവും പ്രധാനം. ഉമ്മാർക്ക് വലിയ കടമുണ്ട് ചെയ്തു കൊടുക്കേണ്ടത്. ഉമ്മാരെന്താക്കണം, ഉമ്മാർക്ക് ചിരിച്ച് കളിച്ച് കുട്ടികളെങ്ങനെ സ്വാധീനിച്ചിട്ട് ഉമ്മ അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ വേണ്ടി കുട്ടിനെ മടിയിലിരുത്തുമ്പോൾ വലഭാഗത്തേക്ക് കണക്കാക്കിയിട്ട് ഇരുത്തുക. പാല് കൊടുക്കാനൊരുങ്ങുമ്പം വലഭാഗത്തെ മുലക്കണ്ണ് വെച്ചു കൊടുക്കുക. കണ്ടോ, കുട്ടി കേൾക്കത്തക്ക രീതിയിൽ ഉമ്മ ബിസ്മില്ലാ എന്ന് ചൊല്ലുക. കുടിച്ച് തീരുമ്പോ ഉമ്മ അൽഹംദുലില്ലാ എന്ന് പറയാം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് 2 വർഷം മുല കൊടുത്തു പോറ്റിയ ഉമ്മ പറഞ്ഞു, 2 വർഷം ഞാൻ എൻ്റെ കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ബിസ്മി ചൊല്ലാൻ മറന്നിട്ടില്ല, ഒരിക്കൽ പോലും അൽഹംദുലില്ലാ ചൊല്ലാൻ മറന്നിട്ടില്ല. എൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ട് ഇരുന്നിട്ടല്ലാതെ ഞാൻ എൻ്റെ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുത്തിട്ടില്ല. അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതും വഴിപ്പെടേണ്ടതൊക്കെ മഹാന്മാർ പഠിപ്പിച്ച ഒരു രീതിയിൽ
അതാ എന്ന പോലെ ആ ഉമ്മ ചെറിയ കുട്ടി 17 സൂറത്ത് കുട്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മോനെ ഓതുന്നു. ആ കുട്ടി അങ്ങ് ഓതി. യാ റബ്ബ്, സ്വഹാബാക്കൾ പറയാണ് ആ കുട്ടി ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ കുട്ടിയുടെ ചുണ്ടിലും നാവിലും ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ വരുന്നത് കണ്ടാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ച് പ്രകാശിക്കുന്നത് പോലെ ആ കുട്ടിയുടെ മുഖം, ആ കുട്ടിയുടെ വായ് പ്രകാശിക്കുകയാണ്. 17 സൂറത്തും ഓതിക്കഴിഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞു, നബിയേ, എൻ്റെ കുട്ടിക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം. നമ്മുടെ മൗലവി പാപ്പാന്റെ മദ്ഹ് എഴുതിയ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല കൈയക്ഷരത്തിൽ എഴുതുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആ കിതാബ് ഇവിടെ ഉണ്ട്. അദ്ദേഹം മൗലവി പാപ്പ എഴുതിയിരിക്കുന്ന കിതാബ് ഇവിടെ പല സ്ഥലങ്ങളിലുണ്ട്. സ്വലാത്തിന്റെ കിതാബ് വരെ കയ്യിൽ. എന്താ കൈയക്ഷരം! ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനോട് ഉമ്മ പറയാണ്, നബിയെ, എൻ്റെ മോനിക്ക് എഴുതാനും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ റസൂലുള്ളാഹിന്റെ ദർസിൽ ചേർത്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, തഅല്ലം ലി ലുഗത്തൽ ഇൻജീൽ. ഇപ്പോഴത്തെ ദർസിൽ നമ്മളെ കുട്ടികൾക്ക് എന്ത് പഠിപ്പിക്കും? സ്കൂൾ വിദ്യാഭ്യാസം കൂടി ദർസിൽ തന്നെ കൊടുക്കും. സ്കൂൾ വിദ്യാഭ്യാസം കൂടി കോളേജിൽ തന്നെ പഠിപ്പിക്കും. നാളെ ഏതൊരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ സ്കൂൾ പോണ കുട്ടിക്ക് 5 ചെലവ് കൊടുക്കില്ല. ഒരു പേർക്കാർ ഓലെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്കൂളിൽ പോകണവനക്ക് എന്താ ഓതാൻ പോകണവനല്ല ചെലവ് കൊടുക്കേണ്ടത് എന്നാ ഓല ആലോചിച്ചത്. അത് നമ്മളെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇൽമ് കിതാബ് നിൽക്കണം. ഇൽമ എന്താക്കണം? കിതാബ് നിൽക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് എഴുതുക, അല്ലേ? വലത്തുനിന്ന് ഇടത്തോട്ട് ഇങ്ങനെയാണ് എന്താക്കുക, എഴുതുക. കിതാബ് എന്നാണ് ഇൽമ എടുക്കേണ്ടത്. കിട്ടിയ ഇൽമ ചെലവാക്കൽ ഇവിടുന്ന് അങ്ങോട്ടാണ്. അല്ലേ? ഇൽമ കിതാബ് എന്ന് കിട്ടിയാൽ മലയാളത്തിൽ ചെലവാക്കും, ഇംഗ്ലീഷിൽ ചെലവാക്കും, ഹിന്ദിയിൽ ചെലവാക്കും, ഫാരിസിയിൽ ചെലവാക്കും, എല്ലാ ഭാഷയിലും ചെലവാക്കും. അങ്ങോട്ട് ചെലവാക്കണമെങ്കിൽ എന്ത് വേണം? ഇംഗ്ലീഷ് പഠിക്കണം. അങ്ങോട്ട് ചെലവാക്കണമെങ്കിൽ മലയാളം പഠിക്കണം. അപ്പോൾ മലയാളം ഇംഗ്ലീഷും ഒക്കെ പഠിക്കണതും അറബി പഠിക്കണതും രണ്ടും എന്തുതന്നെയാണ്? ഒരേ ഇൽമു പഠിക്കലാണ്. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് രണ്ടും അതാണ് റസൂലുള്ളാഹി തങ്ങൾ തഅല്ലം ലി ലുഗത്തൽ ഇൻജീൽ. അന്ന് ഏറ്റവും പ്രസിദ്ധമായ ഭാഷയാണ് ഇൻജീലിന്റെ ഭാഷ. ആ കുട്ടി ഉമ്മ ചേർത്ത് കൊടുത്തിരിക്കുന്ന കുട്ടിയാ. ഒരാഴ്ച കൊണ്ട് ഇൻജീലിന്റെ ഭാഷ എഴുതാനും സംസാരിക്കാനും വായിക്കാനും പഠിച്ചു. നബി തങ്ങൾ വന്നു തഅല്ലം ലി ലുഗത്ത തൗറാത്ത്. തൗറാത്തിന്റെ ഭാഷ പഠിക്കാൻ പറഞ്ഞു, അതും പഠിച്ചു. അങ്ങനെ ആ കുട്ടി നല്ല എഴുത്ത്, നല്ല ഭാഷ. സുബ്ഹാനല്ലാഹ്, ലോകത്ത് അതിന് മുമ്പും അതിന് ശേഷവും ഒരാൾക്കും കിട്ടിയിട്ടില്ലാത്ത വലിയ പദവി അല്ലാഹു തആല നൽകി ആദരിച്ചത് ആ കുട്ടിക്കാണ്. എന്താണ് ആ പദവി? ഖാതിബുൽ വഹി. വഹി എഴുതി വെക്കാൻ ഏൽപ്പിക്കപ്പെട്ട സ്വഹാബി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖാതിബുൽ വഹി. നബിതങ്ങൾക്ക് പിന്നെ ഒരു ആയത്ത് ജിബ്രീൽ ഓതി കേൾപ്പിച്ചാൽ അപ്പോൾ റസൂലുള്ളാഹി ആദ്യം ആരെ ഓതി കേൾപ്പിക്കും? സയ്യിദ് ഇബ്നു സാബിത്തിനെ ഓതി കേൾപ്പിക്കും. റസൂലുള്ളാഹി ഓതിയത് ആ സ്വഹാബി അപ്പം തന്നെ റസൂലുള്ളാഹിക്ക് തിരിച്ചു ഓതി കൊടുക്കും. എന്നിട്ട് അത് എഴുതി കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് ഓതി കൊടുക്കും. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ആരെഴുതിയതാ ആദ്യമായിട്ട്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. റസ്മുൽ ഉസ്മാനി എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്ന മുസാഫുകൾ, ആ മുസാഫ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ അതിന്റെ എഴുത്തിന്റെ റഈസാര സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. നമ്മളെ മുസാഫിന്റെ ആദ്യ ഭാഗത്ത് ഒരു 2 പേജ് ചരിത്രം കൊടുത്തത് കാണും. നല്ല കൈയക്ഷരത്തിൽ എഴുതുക. ഞാനത് ഓർമ്മപ്പെടുത്തിയത് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഉസ്താദിന്റെ കൈയക്ഷരത്തിന്റെ കോപ്പി കാണുകയും കൂടി ചെയ്തപ്പോൾ വല്ലാത്ത ഒരു കൗതുകം തോന്നി. ഇവിടെ നമ്മൾ ആണ്ട് നടത്തുന്ന മൗലവി പാപ്പാന്റെ കൈയക്ഷരം കൊണ്ട് എഴുതിയിരിക്കുന്ന കിതാബുകൾ, എത്ര കിതാബുകൾ പകർത്തി എഴുതി. ദർസിൽ ഓതാനുള്ള കിതാബുകൾ, മുദരിസുമാർക്ക് ദർസ് നടത്താനുള്ള കിതാബുകൾ. അല്ലാ, ഇവിടെ നാം അനുസ്മരിക്കുന്ന മൗലവി പാപ്പ എത്രയോ കിതാബുകൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. പകർത്തി എഴുതലാണ് അന്ന്. ബഹുമാനപ്പെട്ടവർ മക്കത്തുൽ മുക്കറമ, മദീന മുനവ്വറ, ഈജിപ്ത്, അതേപോലെ തന്നെ ഇറാഖ് ഇൽമ് തേടിക്കൊണ്ട് അക്കാലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം വായിച്ചിട്ടില്ല? അക്കാലത്ത് ബഹുമാനപ്പെട്ടവർ ആ വലിയ വലിയ മഹാന്മാരോടൊപ്പമൊക്കെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ കിട്ടിയിരിക്കുന്ന ഇൽമ് അതിങ്ങനെ നല്ല അച്ചടിയെ വെല്ലുന്ന രൂപത്തിൽ എഴുതി വെച്ചു. യാ റബ്ബ് യാ റബ്ബ്. ഒരു സംഗതി എഴുതലും ഒരു സംഗതി പറയലും വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇന്ന് ഞാൻ പ്രസംഗിച്ചത് പ്രസംഗം കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു, അല്ലേ? എഴുതിയത് കാലാകാലത്തേക്കും അവിടെ ഉണ്ടാകും.
അതുകൊണ്ടാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഈ മൊബൈൽ ഫോണിലൊക്കെ മെസ്സേജ് അയക്കണ കുട്ടികളുണ്ട്. നല്ലതല്ലെങ്കിൽ കാലാകാലം നമ്മൾ കഷ്ടപ്പെട്ട് വരും. നമ്മളെ മെസ്സേജുകളിങ്ങനെ അയക്കണ്ടല്ലോ, വേണ്ടാത്ത ആൾക്കാരെ ആക്ഷേപിച്ചിട്ടും മറ്റുമൊക്കെ ഉള്ളേ. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബി, നമ്മളെ കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ ആയ ആളുകൾ ദീനിയായ വിഷയങ്ങൾ നോക്കുമ്പോൾ കാത്തിബുൽ വഹി എന്ന പദവിയിൽ ആദരിക്കപ്പെട്ടു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ കുട്ടികൾക്ക് നല്ല അറിവ് നൽകിക്കൊണ്ട് 2 വിദ്യാഭ്യാസവും, അതാണ് മൗലവി പാപ്പ നമ്മളെ പഠിപ്പിച്ചത്. പഴയ കാലത്തെ സമസ്തയുടെ ആലിമീങ്ങൾ നോക്കിയാൽ അല്ലാഹു റബ്ബി, നിങ്ങൾ നോക്ക്, 1926 സമസ്ത രൂപീകരിച്ചു. അന്നത്തെ സമസ്തയുടെ ആദ്യത്തെ അധ്യക്ഷൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അല്ലേ? വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ആദ്യത്തെ പ്രസിഡന്റ്. രണ്ടാമത്തെ പ്രസിഡന്റ് ആരാ? നമ്മുടെ മലപ്പുറം ജില്ലാ നാട്ടുകാരൻ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മൂന്നാമത്തെ പ്രസിഡന്റ് ആരാ? നമ്മളെ മലപ്പുറം ജില്ലക്കാരൻ വാളക്കുളം അബ്ദുൽ ബാരി മൗലവി പാപ്പ. നാലാമത്തെ പ്രസിഡന്റ് ആരാ? നമ്മുടെ മലപ്പുറം ജില്ലക്കാരൻ ബഹുമാനപ്പെട്ട പിന്നെ സദഖത്തുള്ള മുസ്ലിയാർ. അഞ്ചാമത്തെ പ്രസിഡന്റ് ആരാ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അല്ലേ? അല്ലാഹു റബ്ബി. പിന്നെ 6ാമത്തെ പ്രസിഡന്റ്. അപ്പോഴൊക്കെ സമസ്തയിൽ ചെറിയൊരു വിഷയങ്ങളൊക്കെ വരുന്ന കാലഘട്ടമായി. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പ. 7ാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട MA ഉസ്താദ്. 8ാമത്തെ പ്രസിഡന്റാണ് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദ്. ഒരു നൂറ്റാണ്ടിനിടയിൽ സമസ്തക്ക് 8 പ്രസിഡന്റുമാരാണ്. അതേ സമയത്തോ സമസ്തയുടെ ആദ്യത്തെ സെക്രട്ടറി KV മുഹമ്മദ് മുസ്ലിയാർ, അന്നത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ 25 കൊല്ലം സമസ്തയുടെ സെക്രട്ടറിയാണ്. മുച്ചുന്തിയാണ് ബഹുമാനപ്പെട്ടവർ കോഴിക്കോട്. മൂപ്പര് വഫാത്തായ ശേഷം ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറിയായി പറവണ്ണ ഉസ്താദ് കുറച്ചു കാലം 7 വർഷം സെക്രട്ടറിയായി. ക്ഷീണവും കാര്യമൊക്കെ ആയപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒഴിഞ്ഞു. ആ സ്ഥാനത്ത് പിന്നെ സെക്രട്ടറിയായി വന്നതാരാ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ സെക്രട്ടറി ആകുന്ന കാലത്താണ് സമസ്തയിൽ ഒരു പിളർപ്പുണ്ടായിട്ട് പിന്നീട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് സെക്രട്ടറി ആകുന്നത്. സമസ്തക്ക് 100 കൊല്ലത്തിനടക്ക് 4ാമത്തെ സെക്രട്ടറിയാണ്. ഒരു പണ്ഡിത സഭ നിങ്ങൾ ആലോചിച്ച് നോക്കും. എന്തുകൊണ്ട്? തർക്കമില്ല, കുഴപ്പമില്ല, കലഹമില്ല, ബാക്കിയുള്ളതില്ല. സമസ്തന്റെ 100 ഒരു നൂറ്റാണ്ട് ആഘോഷിക്കുന്ന സമസ്തക്ക് 26 തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പൊ 2026 എത്തുമ്പോൾ സെക്രട്ടറിമാരെത്രയാണ്? 4ാമത്തെ സെക്രട്ടറിയാണ് ഈ ബഹുമാനപ്പെട്ട AP ഉസ്താദ്. സമസ്തയിൽ 50 വർഷത്തെ പാരമ്പര്യം പൂർത്തിയാക്കി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ഒരേ ഒരാള് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കാൻ. ഇടയ്ക്ക് എത്രയോ മഹാന്മാരുണ്ട്. ഇപ്പം മിനിഞ്ഞാന്ന് 4ാം നാൾ വഫാത്തായി ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ആലിക്കുട്ടി മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മളൊക്കെ എല്ലാവരും ബഹുമാനപ്പെട്ടവർ വഫാത്തായ സ്ഥലത്ത് പോയി. വലിയ ലോകിയുള്ള ആളായിരുന്നു മൂപ്പര്. നമ്മളൊക്കെ പോയി കണ്ടു, ജനാസ സന്ദർശിച്ചു. AP ഉസ്താദ് പോയി നിസ്കരിച്ചു, മറ്റേ സുലൈമാ ഉസ്താദ് പോയി നിസ്കരിച്ചു. മഹാന്മാരായ ആളുകൾ. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ടതില്ല, ആരെയും ആക്ഷേപിക്കാൻ നിൽക്കേണ്ടതില്ല. ആലിമീങ്ങളും മഹാന്മാരും ഒക്കെ അവരൊക്കെ വലിയ ആളുകളാണ്. ആ വലിയ ആളുകളൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വൈലത്തൂർ തങ്ങളുപ്പാപ്പ ഇവരൊക്കെ ഉപ്പ ഉള്ള സമയത്ത് തന്നെ ഇവിടെ വരികയും ഇതിന് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഈ മദ്രസയിലെ സദർ ഉസ്താദിന് 8 കൊല്ലം, എത്ര കൊല്ലായി? 10 കൊല്ലായി. വൈലത്തൂർ തങ്ങളുപ്പാപ്പന് പറഞ്ഞയച്ചത് അജ്ജ അവിടെ പോയി നിന്നു പറഞ്ഞു. ആ നൃത്തം നിൽക്കുകയാണ് മൂപ്പര്. ഇനി പോണെങ്കിൽ നിങ്ങൾ മൂപ്പരോട് തന്നെ നമ്മൾ ചോദിച്ചേണ്ടി വരും. ആരോട്? തങ്ങൾ പാപ്പാനോട്. മൂപ്പര് പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അത് അനുഭവിക്കാൻ തന്നെ ചെയ്യും. അത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മഹാനായിരുന്നു. വൈലത്തൂർ തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വല്ലാത്ത മഹാന. അത് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ അടുത്ത ആണ്ടിന് നിങ്ങൾ വരിക. അവിടുന്ന് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം അതിൻ്റെ ഡേറ്റും കാര്യമൊക്കെ അറിയിച്ചാൽ അപ്പോൾ വന്നാൽ മതി. അപ്പോൾ അവിടുന്ന് നമുക്ക് കൂടുതൽ പറയാം. ഇപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാന്മാരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയ്ക്ക് അവരാണ് നമ്മുടെ മാതൃക. അവർ പറഞ്ഞത്, അവർ ചെയ്തത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, OK ഉസ്താദിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരു കസേര ഇട്ടിട്ടുണ്ട്. അതെപ്പോഴും കിബിലക്ക് മുന്നിട്ടായിരിക്കണത്. അല്ല, നിങ്ങൾ ഇരുത്തത്തിൽ, കിടത്തത്തിൽ, നടത്തത്തിൽ, ഭക്ഷണത്തിൽ, സംസാരത്തിൽ, എല്ലാറ്റിലും അവര് സ്വീകരിക്കുന്നത് അല്ലാഹ്. ആ ഒരു വിശ്വാസത്തിലും
ആ ഒരു പ്രത്യേകതയിലുമാണ്. അങ്ങനെ നമുക്ക് ജീവിച്ചുകൊണ്ട് മാതൃക കാണിച്ച മഹാന്മാരെ ചരിത്രം വായിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 128ാമത്തെ ആണ്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, ആണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മഹാന്മാരായ ആളുകൾ അവരിവിടെ ജീവിച്ചപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല മാതൃക കാണിച്ച് ജീവിച്ചവരാണ്. അമ്പിയാക്കളെ ചരിത്രത്തിൽ, ഔലിയാക്കളെ ചരിത്രത്തിൽ, മഹാന്മാരുടെ ചരിത്രത്തിൽ ആരും ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി പഠിച്ചാലും അവരെ ജീവിതം പഠിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മളിലേക്ക് പകർത്താനുള്ളത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പഠിച്ചു പോയാൽ പോരെ, അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പകർത്തണം. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട മൂല്യാർ പാപ്പാന്റെ ചരിത്രം മൗലിദിലും അല്ലാതെയും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, രാത്രി കാലങ്ങളിൽ ചുരുങ്ങിയ സമയം ഉറങ്ങിയിട്ട്, ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് കടന്നാൽ മഹാന്മാരൊക്കെ എന്ത് ചെയ്യും, രാത്രിയെ 3ആയി ഓഹരി ചെയ്തിട്ട്, ഒരോഹരി വിശ്രമം, ഒരോഹരി അവരുടെ ഉറക്കം, ഒരോഹരി അവരുടേതായിരിക്കുന്ന ആരാധനകൾ, കാര്യങ്ങൾ. അതിനെ 2 ഭാഗവും എന്താണ്, അല്ലാ എന്ന ചിന്തയിലാണ്. ആ സമയത്ത് പാതിരാവിന്റെ കൂരിരുട്ടിൽ വല്ലദീന യബീതുന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, കണ്ണീര് കൊണ്ട് സ്വർഗം വാങ്ങാത്ത, കണ്ണീര് കൊണ്ട് സ്വർഗം വാങ്ങാത്ത, കണ്ണീര് കൊണ്ട് മുഖം കഴുകാത്ത ഒരു വലിയോ ഒരു മഹാനോ ഇവിടെ ആണ്ട് നേർച്ച നടത്തുന്ന കൂട്ടത്തിൽ ഒരാളെയും കാണാൻ കഴിയില്ല. ഈ മൂല്യാർ പാപ്പാന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ണീര്. ഓ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അത് നടത്താൻ പറ്റുന്നതാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നാം കരയുന്ന ഓരോ തുള്ളി കണ്ണുനീര് കൊണ്ട് കാര്യം നേടാൻ ബൈഅത്തുൽ റിദ്വാൻ സംഭവം നടക്കുമ്പോൾ ഒരു മരത്തിന്റെ തണലിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് 84 സ്വഹാബാക്കളാണ്. 84 സ്വഹാബാക്കളുടെ ബൈഅത്തുൽ റിദ്വാനിൽ അള്ളാഹുവിന്റെ റസൂലും 84 സ്വഹാബാക്കളും ഒരു മരത്തണലിൽ ഇങ്ങനെ ഇരുന്നു. അവര് ബൈഅത്തുൽ റിദ്വാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്ത് ചെയ്തിട്ട് 83 സ്വഹാബാക്കളും 84ാമത്തെ സ്വഹാബി ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് മുത്തനബിക്ക് ഇങ്ങനെ കൈ കൊടുത്തുകൊണ്ട് ബൈഅത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബി പറയുന്നുണ്ട്, നബിയേ, ബൈഅത്തുൽ റിദ്വാൻ സംഭവത്തിൽ അവസാനത്തെ സ്വഹാബിയും ബൈഅത്തുൽ റിദ്വാൻ ചെയ്യുമ്പോൾ ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബിയേ, ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് ഇതിന്റെ പേരിൽ കിട്ടുന്ന പ്രത്യേകമായ പദവി എന്താണാവോ എന്ന് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ദുഖൂലുൽ ജന്ന, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പാർക്കാം. അതിനാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്നത്, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പാർക്കാം. അതങ്ങ് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അതങ്ങ് പറഞ്ഞു തീർന്നതേ ഉള്ളൂ. അതങ്ങ് പറഞ്ഞു തീർന്നപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങി. മുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ മഴത്തുള്ളി വരുന്നത് പോലെ വന്നു. അള്ളാഹു റസൂൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അവര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ മരം കരഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം വരികയാണ്. ആ മരം കരഞ്ഞിട്ട് കണ്ണുനീര് വരികയാണ്. അള്ളാഹുവിന്റെ റസൂല് ആ മരത്തോട് ചോദിച്ചു, മാലക്കി, നിനക്കെന്താണ്, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ വൃക്ഷം റസൂലുള്ളാഹിനോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നബിയേ, നിങ്ങൾ 84 സ്വഹാബാക്കളും തങ്ങളും എൻ്റെ ഈ തണലിങ്ങനെ ഇരുന്നപ്പോൾ എനിക്കതെന്തൊരു സമാധാനമാണ്, എനിക്കതെന്തൊരു ആശ്വാസമാണ്. അത് എനിക്കത്രമാത്രം വലിയ പദവിയാണ്. പക്ഷേ നിങ്ങളൊക്കെ ഇപ്പൊ പിരിഞ്ഞു പോവുകയാണ്, നിങ്ങളൊക്കെ ഇനി പിരിഞ്ഞു പോവുകയാണ്. എങ്ങനെയാണ് പിരിഞ്ഞു പോകുന്നത്? നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ കണ്ടുമുട്ടാം. ഇവർക്കൊക്കെ നിങ്ങൾ സന്തോഷം കൊടുത്തു, നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. നിങ്ങളൊക്കെ സ്വർഗം ലക്ഷ്യം വെച്ച് ഇവിടുന്ന് പോയി, ഞാനോ നബിയേ, ഞാനിവിടെ വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, ഞാനിവിടെ കടന്ന് ഉരുകി തീരുകയല്ലേ, എൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകും, എന്നെ ആർക്കും വേണ്ടാതാകും, ഞാനിവിടെ കടന്ന് ഉണങ്ങി തീരുകയല്ലേ. ഇതാലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തിന്റെ കണ്ണുനീരിങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ മരത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, അന്തി മിൻ അഹ്ലിൽ ജന്ന,
നീ വിഷമിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട. അന്തി മിൻ അഹ്ലിൽ ജന്ന. ഒരു റിപ്പോർട്ടിൽ കാണാം, മറ്റൊരു റിപ്പോർട്ടിൽ അന്തി മിൻ അഹ്ലിഹാ, നീയും സ്വർഗത്തിലാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ ആ മരം കരഞ്ഞപ്പോൾ അതിന്റെ കണ്ണുനീരിന് വില കൽപ്പിച്ചുകൊണ്ട് ആ മരത്തിന് സ്വർഗം വാങ്ങിക്കൊടുത്തുവെങ്കിൽ, ഓ മുത്തു മുഅ്മിനുകളെ, ആലിമീങ്ങളെ പഠിച്ചാലും സ്വാലിഹീങ്ങളെ പഠിച്ചാലും ഔലിയാക്കളെ പഠിച്ചാലും നിങ്ങൾ ഇവിടെ ആണ്ട് നടത്തുന്ന ഒരപ്പാപ്പാനെ പഠിച്ചാലും അവരൊക്കെ കണ്ണീര് കൊണ്ട് കാര്യം നേടിയിട്ടുണ്ട്. അവരൊക്കെ റബ്ബിന് മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച രാവിലെ, തിങ്കളാഴ്ച രാവിലെ, ഒട്ടേറെ വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന പ്രത്യേക ദിവസങ്ങൾ കണ്ണുനീര് കൊണ്ട് കാര്യം നേടുക. വല്ലദീന യബീതൂന റബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ഒന്നും രണ്ടും സംഭവമല്ല. കണ്ണുനീര് കൊണ്ട് നേടുന്നത് മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ മാത്രമല്ല. അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതുകയാണ്. ആ ഖുതുബ ഓതുന്നത് എങ്ങനെ? ഒരു ഈത്തപ്പനെ തടി മരത്തുമ്പോൾ ഇങ്ങനെ ചാരി നിന്നിട്ടാണ് ഖുതുബ നിർവഹിക്കുന്നത്. ഒരു ഈത്തപ്പന മരത്തുമ്പോൾ അങ്ങനെ ചാരി നിന്നിട്ട് അങ്ങനെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന മധ്യേ ഒരു പ്രാവശ്യം പള്ളിയിലേക്ക് അൻസാരിക്കാരിയായ ഒരു സഹോദരി വന്നു. അൻസാരിക്കാരിയായ ഒരു പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, എൻ്റെ വീട്ടിൽ കുറച്ച് മരമുണ്ട്, എൻ്റെ മോനിക്ക് ആശാരിപ്പണി അറിയാം, അതുകൊണ്ട് ഞാൻ നല്ലൊരു മിമ്പർ ഉണ്ടാക്കിയിട്ട് തങ്ങൾക്ക് കൊണ്ടുതരട്ടെ, തങ്ങൾ ഈ ഖുതുബ ഓതാൻ വേണ്ടി നല്ലൊരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ. റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരം പുതിയൊരു മിമ്പർ ഉണ്ടാക്കി. അൻസാരിക്കാരിയായ സഹോദരി മകനെ കൊണ്ടത് ഉണ്ടാക്കിച്ചിട്ട് ആ പുതിയ മിമ്പർ മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു. പിറ്റേത്തെ വെള്ളിയാഴ്ച ഖുതുബക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ മിമ്പർമക്കാണ് കയറി. റസൂലുള്ള മിമ്പറിൽ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്നപ്പോൾ ആ മിമ്പറിൽ ഇരുന്ന സമയത്ത് തൊട്ടപ്പുറത്തുനിന്ന് ഒരു വല്ലാത്ത കരച്ചിൽ, പ്രസവിച്ച കുട്ടി കരയുന്നത് പോലെ ഒരു കരച്ചിൽ. ഒരു കൊച്ചു ചോരപ്പൈതന്റെ കരച്ചിൽ പോലത്തൊരു കരച്ചിൽ. സ്വഹാബാക്കളൊക്കെ നോക്കി, ആരാണ് ഈ കരയുന്നത്? ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സംഭവം. ആ കരച്ചിൽ ഇങ്ങനെ കേട്ടു നോക്കി, ആരാണ് കരയുന്നത്? റസൂലുള്ള നേരത്തെ ഓതിയിരുന്ന ആ ഉണക്ക ഈത്തപ്പന മരമുണ്ടല്ലോ, മിമ്പറായി ഉപയോഗിച്ചിരുന്നേ, ആ മിമ്പർ കരയുകയാണ്. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ആ മരം കരയുകയാണ്. റസൂലുള്ള മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി ആ ഉണങ്ങിയ മരക്കഷ്ടത്തിനടുത്ത് ചെന്നു. അതിനെങ്ങനെ തലോടിക്കൊണ്ടെന്ന് ആശ്വസിപ്പിച്ചു. നബി തങ്ങൾ അതിനോടൊരു സ്വകാര്യം പറഞ്ഞു. അപ്പൊ അതിന്റെ കരച്ചിൽ നിന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബാക്കൾ അന്വേഷിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് എന്താ? ആ മരത്തെ ഞാൻ ഉപേക്ഷിച്ച് ഈ പുതിയ മിമ്പറിൽ കയറിയപ്പോൾ നബിയേ, തങ്ങളെന്നെ ഒഴിവാക്കിയോ, തങ്ങളെന്നെ ഉപേക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മരം കരയുകയാണ്. ഞാനപ്പ ആ മരത്തിനോട് പറഞ്ഞു, നീ ബേജാറാവണ്ട, നമുക്ക് രണ്ടു പേർക്കും സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാം, നമുക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാം. ആ ഉണങ്ങിയ ഈത്തപ്പന മരം കരഞ്ഞപ്പോൾ ആ മരത്തിന് സ്വർഗം വാങ്ങിക്കൊടുത്ത മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കണ്ണുനീർ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ഒരു നിധിയാണ്. കണ്ണുനീര് കൊണ്ട് കഴിഞ്ഞ കാല ഏത് മഹാന്മാരുടെ ചരിത്രം വായിച്ചാലും അതിലൊക്കെ അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ പറ്റി പഠിക്കുമ്പോൾ അവരെ സ്വഭാവം, അവർക്കൊരു പുഞ്ചിരി, അവർക്കൊരു മുഖപ്രസന്നത, അവർക്ക് വല്ലാത്ത ഒരു താഴ്മ, അവർക്ക് വല്ലാത്ത തവാദു, അവര് കുടുംബത്തിൽ, അവര് വീട്ടിൽ, അവര് മക്കളിൽ, അവര് ശിഷ്യന്മാരിൽ, അവര് നാട്ടുകാരിൽ, എല്ലാവരിലും സമ്മതമായ ജീവിതം. നമ്മളൊക്കെ മരിച്ചുപോയി. ഏത് സമയത്താണ് മരണം ഉണ്ടാകാന്ന് ആർക്കും അറിയില്ല. മരിക്കാൻ കണക്കാക്കിയിട്ടാണ് അല്ലാഹു തആല ജീവിതം തന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്, അല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. തബാറക ദിവസം ഓതുന്നുണ്ടല്ലേ നമ്മൾ. അതിൽ ആദ്യം മരണം പറഞ്ഞു, പിന്നെയാണ് ഏത് പറഞ്ഞത്? ജീവിതം പറഞ്ഞത്. മരണം കണക്കാക്കിയിട്ടാണ് ഏത് വെച്ചിക്കണത്? ജീവിതം വെച്ചിക്കണം. അപ്പം മരണം ഉണ്ടാവും, ഉറപ്പാ. പക്ഷെ മരിക്കുമ്പോൾ, നാളെ നമ്മുടെ നാട്ടിലൊരാൾ മരിച്ചിട്ട് അയാളെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ ഉസ്താദിൻ്റെ ചോദിക്കണം, ഇയാളെ പറ്റി എന്താ പറയേണ്ടത്? ആർക്കും അറിയില്ല അവരെ പറ്റി എന്തെങ്കിലും പറയാൻ. എന്തെങ്കിലും ഒരു ഖൈറ് ചെയ്യണ്ടേ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഖൈറ് ചെയ്യണ്ടേ? വല്ലതും പറയണമെങ്കിൽ അല്ലാഹു റബ്ബി. ഇവിടെയൊക്കെ അല്ലേ മയ്യത്ത് മുന്നിൽ വെച്ചിട്ടൊരു പറയല്? ഇതേ ഇവിടെ അല്ലേ? നമ്മളീ മരിച്ചിരിക്കുന്ന ആൾ പിലാക്കൊമ്പത്തെ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആളാണ്. ഇയാൾ ഇതിലെ ഈസ്റ്റ് വെസ്റ്റ് നടന്നതിന് ആളാണ്. ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാക്കടപാടുണ്ടെങ്കിൽ
ഒക്കെ പൊരുത്തപ്പെടണം. ഹക്കടപാടുണ്ടെങ്കിൽ ഒരു പള്ളിക്കന്ന് മൊരാർ പറഞ്ഞു ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് ഉണ്ട് ഓനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ സ്വപ്നൊരു ചങ്ങായി പറഞ്ഞു മുഹമ്മദ് ഓൻ തരാനുള്ളത് തന്നാൽ മതി തന്നെയാണ്. അള്ളാഹു ഇത് കണ്ടും മരിച്ചാൽ നിൽക്കണ്ട, മുഹമ്മദ് കണക്കാക്കണ്ട, അവനാൻ തന്നെയൊക്കെ ഹക്കടപാടക്കളെ വീട്ടുകളുണ്ട്. അള്ളാഹുവേ നല്ല മാസം നല്ല സമയം ഹക്കടപാടുകളൊക്കെ വീട്ടി ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഞാൻ എൻ്റെ അമ്മമാരോടും ബാപ്പാരോടും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ മയ്യത്ത് പള്ളിക്ക് വെച്ചിട്ടേ നമ്മളെ മയ്യത്തിനെ പറ്റിയിട്ടൊരു നന്മ പറയാനുണ്ടാകണം. എന്താ പറയേണ്ടത്? അതിന് പൈസൻ്റെ ചിലവില്ലാതെ തന്നെ ഒട്ടേറെ സംഗതി ഉണ്ട്. എന്താ? വലിയൊരു ചെയ്യും. അല്ലാ, ഈ മരിച്ചിരിക്കുന്ന ഖാദർക്ക ഇദ്ദേഹം ആരാണ്? നമ്മളെ പള്ളിയിൽ എല്ലാ സുബഹി ജമാഅത്തിനും കൃത്യമായി വരുന്ന ആളാണ്. സുബഹിക്കാണ് ബാങ്ക് കൊടുത്തോ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മൂപ്പര് പള്ളിക്കെത്തും. ഈ പള്ളിയിൽ സുബഹി ജമാഅത്തുണ്ടോ? ഇയാളില്ലാത്തൊരു ജമാഅത്തുണ്ടായിട്ടില്ല. നമ്മളെപ്പറ്റി അങ്ങനെ ഒരു ഗുണം പറയിപ്പിക്കാൻ പൈസൻ്റെ മുടക്കുണ്ടോ? ആരാണ് ഈ മരിച്ചിരിക്കുന്ന ആള്? അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ പള്ളിയിൽ ജുമുഅക്ക് ആദ്യം എത്തുന്ന ആളാണ്. നേരത്തെ വരും. 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു, ദുഹാ നിസ്കരിച്ചു. അദ്ദേഹം അൽകഹ്ഫ് ഓതി, സ്വലാത്ത് ചൊല്ലി, ഖുതുബ തുടങ്ങി, നിസ്കാരം കഴിഞ്ഞു. ഉസ്താദ് ദ്വാർന്നു, ഉസ്താദ് വഅദ് പറഞ്ഞു, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. നമ്മളെ പള്ളിക്കൽ ഏറ്റവും ആദ്യം ജുമുഅക്ക് വരികയും ഏറ്റവും അവസാനം പള്ളിക്കന്ന് പോവുകയും ചെയ്യുന്ന ആളാണ് ഈ മരിച്ചത്. നമ്മളെ പള്ളിക്കത്തൊരു പ്രകാശമായിരുന്നു അദ്ദേഹം. ഇത് നമ്മളെ കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കൂലേ? ഈ മരിച്ചിരിക്കുന്ന ഉമ്മ ആരാണെന്നറിയോ? ആ ഉമ്മാന്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാത്ത ആരും ആ വീട്ടിന്റെ പരിസരത്തില്ല. അത്രയധികം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ അങ്ങേയറ്റ താല്പര്യമായിരുന്നു ആ ഉമ്മാക്ക്. ഇവിടെ വന്ന മദ്രസയിലെ ഉസ്താദുമാര്, ഇവിടെ വന്ന പള്ളിയിലെ ഉസ്താദുമാര്, ഇവിടെ ഓതി പഠിച്ച മുത്തഅല്ലിമീങ്ങൾ, ആ ഉമ്മാന്റെ കൈ കൊണ്ട് ഒരു ചായ കുടിക്കാത്ത കുട്ടികൾ ഇവിടുന്ന് പോയിട്ടുണ്ടാവൂല. അങ്ങനത്തെ ഉമ്മയാണ് ഈ മരണപ്പെട്ടത്. എന്തൊക്കെ ഖൈറുകൾ പറയാനുണ്ട്, ഹസനാത്തുകൾ എന്തൊക്കെ ഉണ്ട്. ഓ മുത്തു മുഅ്മിനുകളെ, ഓ മുത്തു മുഅ്മിനുകളെ, വ്യവസായ പ്രമുഖനായ ആചാര്യ മരിച്ചു കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത്. എയർലൈൻസ് അഹമ്മദ് കുട്ടി ഹാജി നമ്മളെ എറണാകുളം സമ്മേളനത്തിന്റെ സ്റ്റേജിൽ ഇരുന്ന ഉമറാക്കളിൽ അവസാനം ഇപ്പം മൂപ്പരാണ് മരിക്കുന്നത്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹം എറണാകുളം സമ്മേളനത്തിന് വേണ്ടി 22,000 കിലോമീറ്റർ അദ്ദേഹത്തിന്റെ വണ്ടി ഓടിച്ചു. 22,000 കിലോമീറ്റർ അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ, അദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടി. അന്ന് ആ സമ്മേളനം വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ടവർ അടുത്തറിയുന്ന ആളുകൾ ഓർമ്മപ്പെടുത്താണ്. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് 40 കൊല്ലമായി സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 2 ജുസ് ഖുർആൻ പതിവായി ഓതുന്ന ആളാണ് എയർലൈൻ സാമുട്ടി ഹാജി. ഹാജിയാണ്, വലിയ കച്ചവടക്കാരനാണ്, വ്യവസായിയാണ്, വലിയ ഏർപ്പാടുകൾ നടത്തുന്ന ആളാ. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് 2 ഖുർആൻ 2 ജുസ് ഓതാത്ത ഒരു ദിവസമില്ല. മയ്യത്തിങ്ങനെ വെച്ചുകൊണ്ട് ഇമാമ് പറയാണ്, ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഓർമ്മിക്കണം, ഹയാത്ത് കാലത്ത് ഖൈറ് ചെയ്യണം. മൂല്യർ പാപ്പാന്റെ ചരിത്രം വായിച്ചാൽ അതിൽ പലതും കാണുമല്ലോ, ഖൈറുകൾ. കുണ്ടൂർ ഉസ്താദിന്റെ ചരിത്രം വായിച്ചാൽ കാണുമല്ലോ. നമ്മളും ഒക്കെ മരിക്കുമ്പോൾ മയ്യത്തിങ്ങനെ മുന്നിൽ വെച്ചിട്ട് പറയാൻ ഖൈറുണ്ടാവണം, ഖൈറുണ്ടാവണം. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് നമ്മളെ യാത്രയാക്കുകയാണ് മയ്യത്ത് നിസ്കാരം. ആ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മളെ ജനാസ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ ഖൈറുകൾ വേണ്ടേ? അല്ലാഹുവേ, മൂല്യർ പാപ്പാനോട് പിൻപറ്റിക്കൊണ്ട്, മൂല്യർ പാപ്പാനെ പിൻപറ്റിക്കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ചൊല്ലി ഹക്കടപാടുകളൊക്കെ വീട്ടി പൊരുത്തപ്പെടിപ്പിച്ച മരണം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്.